മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ സിനിമയുടെ പ്രൊമോഷനുമായി സഹകരിക്കാൻ നായിക വൈമുഖ്യം കാണിക്കുന്നുവെന്ന ആരോപണവുമായി സംവിധായകൻ ദീപു കരുണാകരൻ. അനശ്വര രാജനും ഇന്ദ്രജിത്തും നായികനായകന്മാരാകുന്ന സിനിമയുടെ കാര്യത്തിലാണ് ഇത്തരമൊരു അനുഭവം നേരിടേണ്ടി വന്നതെന്നും കാല് പിടിച്ചു പറഞ്ഞിട്ടും ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇടാൻ പോലും നായിക വിസമ്മതിച്ചുവെന്നും സ്വകാര്യ മാധ്യമത്തോട് ദീപു പ്രതികരിച്ചു. സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് പരിപൂർണമായി സഹകരിച്ച താരം എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും ദീപു പറയുന്നു. ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് എന്നോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തിയാണവർ. പല സമയത്തും സിനിമ നിന്നു പോകുന്ന അവസ്ഥ എത്തിയപ്പോൾ പോലും സർ ഞാൻ കൂടെയുണ്ട്, നമുക്ക് ചെയ്തു തീർക്കാം എന്ന് പറഞ്ഞ് ഒപ്പം നിന്നിട്ടുണ്ട്. പക്ഷേ സിനിമയുടെ പ്രൊമോഷന്റെ കാര്യം പറഞ്ഞപ്പോൾ സഹകരിക്കാതെ വന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് ഒരു കമ്പനിക്ക് 10 ലക്ഷം രൂപയ്ക്ക് കൊടുത്തിരുന്നു. അവർ പ്രധാനമായും ശ്രമിക്കുന്നത് പാട്ടിന് ഇൻസ്റ്റയിൽ റീച്ച് വരുത്തുക എന്നതിലാണ്. സിനിമയിലെ പാട്ട് റിലീസായപ്പോൾ ഇൻസ്റ്റാ പേജിൽ ഒരു പ്രൊമോഷൻ പോസ്റ്റ് ഇടാനാണ് അവരോട് ആവശ്യപ്പെട്ടത്. പക്ഷേ അവർ അതിന് തയ്യാറായില്ല. മ്യൂസിക് കമ്പനിയുടെ ഭാഗത്തു നിന്ന് എനിക്ക് ഭയങ്കര പ്രഷറായി. പ്രൊമോഷന് വിളിച്ചപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നോക്കട്ടെ എന്ന തരത്തിലായിരുന്നു പ്രതികരണം. സിനിമയിലെ 4 പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നിനും കാര്യമായി പ്രൊമോഷൻ ഇൻസ്റ്റയിൽ കൊടുക്കാൻ പറ്റിയില്ല. മ്യൂസിക് കമ്പനി ആവശ്യപ്പെടുന്നത് ഇൻസ്റ്റയിലെ റീച്ചാണ്. ഈ യുവതാരത്തിന്റെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, ആരാധകർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പേജ്. അതിൽ പാട്ടിന്റെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്തു, അല്ലാതെ അവർ ഒഫീഷ്യൽ പേജിൽ ഇത് ചെയ്തിട്ടില്ല. പല സിനിമകളുടെയും പ്രൊമോഷൻ അവർ സ്വന്തം പേജിൽ ചെയ്യാറുള്ളതാണ്. ഈ സിനിമയുടെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നറിയില്ല. എന്തുകൊണ്ട് ഇങ്ങനെ എന്നത് വ്യക്തമാക്കിയതുമില്ല. പല പ്രാവശ്യം അവരുടെ അമ്മയുമായും മാനേജറുമായും സംസാരിച്ചു. കാല് പിടിച്ച് പറയേണ്ട ഒരു അവസ്ഥ പോലും ഉണ്ടായി. അപ്പോൾ അമ്മ പറഞ്ഞു, എനിക്കൊരു പരിധി കഴിഞ്ഞ് ഇതിനകത്ത് ഒന്നും പറയാൻ പറ്റില്ല, ആ കുട്ടിയുടെ തീരുമാനം അല്ലേ എന്ന്. മാനേജറെ വിളിക്കുമ്പോൾ ദാ ഇപ്പോൾ ഇടുന്നു, 5 മിനിറ്റിലിടും 10 മിനിറ്റിലിടും എന്ന് പറയുന്നതല്ലാതെ ഒന്നും നടന്നില്ല. ഒടുവിൽ സിനിമയിലെ ഹീറോയായ ഇന്ദ്രജിത്ത് അവരെ നേരിട്ട് വിളിച്ചു. ഈ ചെയ്യുന്നത് മോശമാണ്, നിങ്ങൾ പ്രൊമോഷൻ ചെയ്യണം, നമ്മുടെ സിനിമയല്ലേ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഇന്ദ്രജിത്തിനോട് മാത്രം സംസാരിച്ചിട്ട് അവർ ഫോൺ വയ്ക്കുകയാണ് ഉണ്ടായത് എന്നാണ് ദീപു പറഞ്ഞിരിക്കുന്നത്. ഈ പടത്തിന്റെ റിലീസ് ഡേറ്റ് ഉടനെ തീരുമാനിക്കും, എന്നിട്ട് ഞാനൊരു പ്രൊമോഷൻ വെക്കും, അവർ അതിന് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഇതൊരു വിവാദമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ലല്ലോ. ഇപ്പോഴും അവർക്ക് ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടാം, അങ്ങനെ ചെയ്ത് പ്രശ്നം അവസാനിപ്പിക്കാം. വാർത്തയിലൂടെ ഈ കാര്യം പറയേണ്ട കാര്യം എനിക്കില്ല. നേരെ അസോസിയേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യേണ്ടി വരും. ഞാനത് ചെയ്യാത്തത് പ്രൊമോഷന്റെ സമയമാകട്ടെ എന്ന് കരുതിയാണ്. അതിനാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നും ദീപു കരുണാകരൻ പ്രതികരിച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ റിലീസ് പ്രഖ്യാപിച്ച സിനിമയായിരുന്നു മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ. എന്നാൽ ചില കാരണങ്ങളാൽ അന്ന് സിനിമയുടെ റിലീസ് നടന്നില്ല. ഈ വർഷം സിനിമ തിയേറ്ററിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സംവിധായകനും അണിയറ പ്രവർത്തകരും. ദിലീപ് നായകനായ ക്രേസി ഗോപാലൻ എന്ന സിനിമയിലൂടെയാണ് ദീപു കരുണാകരൻ സംവിധാനത്തിൽ എത്തുന്നത്. പിന്നീട് വിന്റർ എന്ന സിനിമ ചെയ്ത് ഞെട്ടിച്ചു. തുടർന്ന് തേജഭായ് ആൻഡ് ഫാമിലി, മമ്മൂട്ടി ചിത്രം ഫയർമാൻ, കരിങ്കുന്നം 6 എന്നീ ചിത്രങ്ങളും സംവിധാനം ചെയ്തു. കാക്കിപ്പട, കഠിന കടോരമി, അണ്ടകടാഹം, ഞാൻ കണ്ടതാ സാറേ തുടങ്ങിയ സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു. നിർമ്മാണത്തിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്.